ഹലോ, ഇന്നൊരു പുതിയ റെസിപ്പി നോക്കാം. ഒരു വലിയ പാനിൽ അല്ലെങ്കിൽ ഒരു വലിയ വെസലിൽ നമ്മൾ അത്യാവശ്യം ഒരു 2 ലിറ്റർ അത്ര വെള്ളം ബോയിലാക്കാൻ വെക്കണം. അതിൽ ഞാൻ കുറച്ച് സോൾട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ബോയിലാവുമ്പോൾ നമ്മൾ സോയ ചങ്ക്സ് ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഞാൻ വന്നിട്ട് 200 ഗ്രാംസ് ആണ് സോയ ചങ്ക്സ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അത്ര എടുത്തോളി. ഈ സോയ ചങ്ക്സ് സൂപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ പ്രൊവിഷൻ സ്റ്റോറിൽ കിട്ടുന്നതാണ്. ഇത് ലൂസായിട്ടും വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ ഇതുപോലെ പാക്കറ്റ്സ് ആയിട്ടും നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതിൽ 2 സൈസ് ഉണ്ടാവും, ബിഗ് സൈസും ഉണ്ട് സ്മോൾ സൈസും ഉണ്ട്. ഞാൻ എടുത്തിട്ടുള്ളത് ബിഗ് സൈസാണ്. ഇപ്പോൾ നമ്മൾ ബോയിലായിട്ടുള്ള വെള്ളത്തിൽ നമ്മൾ സോയ ചങ്ക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം നല്ല ധാരാളമായിട്ട് വേണം, ഇത് ബോയിലാവണം. ഒരു 2 മിനിറ്റ്സ് നമുക്ക് കുക്ക് ചെയ്യാൻ വയ്ക്കാം. ഒരു സ്പൂൺ എടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതുപോലെ നന്നായിട്ട് നമ്മൾ മിക്സാക്കി കൊടുക്കുക. ഇത് ഒരു 2 മിനിറ്റ്സ് വരെ ബോയിലാവട്ടെ, കുക്കാവട്ടെ. വെള്ളം നല്ല തിളയ്ക്കുമ്പോൾ നമുക്ക് ഓഫാക്കാം. ഇത് നന്നായിട്ട് ബോയിലാവാൻ തുടങ്ങി. ഇത് ബോയിലായപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിക്കണ്ട. ഇതുപോലെ ആ ഡാർക്ക് കളറിൽ നിന്ന് ഒന്ന് ലൈറ്റ് ആവും കളറൊക്കെ. ഇത് നന്നായിട്ട് വെള്ളം ബോയിലാവാൻ തുടങ്ങി. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫാക്കിയതാണ്. ഇപ്പോൾ ഇത് റൂം ടെമ്പറേച്ചർ വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം, റൂം ടെമ്പറേച്ചർ വെള്ളം അല്ലെങ്കിൽ തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ സോയ ചങ്ക്സ് എല്ലാം നന്നായിട്ട് കയ്യിൽ നമ്മൾ സ്ക്വീസ് ആക്കിയിട്ട് വേറെ ഒരു വെസലിൽ നമ്മൾ മാറ്റി കൊടുക്കുക, ട്രാൻസ്ഫർ ആക്കുക. ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നന്നായിട്ട് വെള്ളം സ്ക്വീസ് ആക്കണം കേട്ടോ. വെള്ളം അതിൽ ഒട്ടും ഇരിക്കാൻ പാടില്ല. ഇതുപോലെ നമ്മൾ വേറെ ഒരു വെസലിൽ നമ്മൾ ട്രാൻസ്ഫർ ആക്കി കൊടുക്കുക. നിങ്ങൾക്ക് ചൂടുണ്ടെങ്കിൽ ഇനി കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക, പച്ചവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമ്മൾ ട്രാൻസ്ഫർ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ മിക്സ്ചർ, അതിൻ്റെ ഒരു പേസ്റ്റ് ഒന്ന് തയ്യാറാക്കണം. അതുകൊണ്ട് നമ്മൾ 5 ടീസ്പൂൺ വന്നിട്ട് ബേസൻ കടലമാവാണ്. നമ്മൾ ബജ്ജിക്കെല്ലാം യൂസ് ചെയ്യില്ലേ കടലമാവ്, അതാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി എടുക്കണോ അതിനനുസരിച്ച് നിങ്ങൾ കൂട്ടോ കുറയ്ക്കോ ചെയ്യുക ഈ ഇൻഗ്രീഡിയൻസ്. ഇവിടെ വന്നിട്ട് 5 ടേബിൾ സ്പൂണാണ് കടലമാവ് ഞാൻ എടുത്തിട്ടുള്ളത്. 200 ഗ്രാംസ് ഞാൻ സോയ ചങ്ക്സ് എടുത്തുകൊണ്ട് ഞാൻ 5 ടേബിൾ സ്പൂണാണ് കടലമാവ് എടുത്തിട്ടുള്ളത്. 3 ടേബിൾ സ്പൂൺ മൈദ ആണ് എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. മൈദാപ്പൊടി ഇട്ടാലാണ് അതിൻ്റെ കോട്ടിങ് നന്നായിട്ടാവുക. അതുകൊണ്ട് നിങ്ങൾ മൈദാപ്പൊടി ഇട്ട് തന്നെ ആവണം. അതൊരു ബൈൻഡിങ് ആണ് മൈദാപ്പൊടി. ഗരം മസാല 1/2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. ജീരകപ്പൊടി 1/2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. കുരുമുളക് പൊടി 1/2 ടീസ്പൂണാണ് ആഡ് ചെയ്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ. മല്ലിപ്പൊടി 1 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. റെഡ് ചില്ലി പൗഡർ 1.5 ടീസ്പൂണാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് അത്ര എരിവില്ലാത്ത ചില്ലി പൗഡറാണ്. നിങ്ങൾക്ക് എത്ര എരിവ് വേണോ അതിനനുസരിച്ച് നിങ്ങൾ ഇൻഗ്രീഡിയൻസ് കൂട്ടോ കുറയ്ക്കോ ചെയ്യുക. ഇത് ഫുഡ് കളറാണ്, ഇത് ഓപ്ഷണലാണ്. ഒരു കളറിന് വേണ്ടിയാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് വലിയ ജീരകൻ്റെ പൊടിയാണ് ഒരു 1/4 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ലെമൺ ജ്യൂസ് 1 സ്പൂണാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. തൈര് ഒരു 5 ടീസ്പൂണാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റും ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒരു ബാറ്ററാക്കി മാറ്റാം. നല്ല ഒരു തിക്ക് കൺസിസ്റ്റൻസി ഉള്ള ഒരു ബാറ്ററാണ് വേണ്ടത്. ഡ്രിപ്പ് ആവാൻ പാടില്ല, ഒഴുകി പോകാൻ പാടില്ല. അതുപോലത്തെ തിക്കായിട്ടുണ്ടാവണോ, നല്ല കട്ടിയായിട്ടുണ്ടാവണോ ബാറ്റർ. ഇതുപോലെ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നല്ല തിക്ക് കൺസിസ്റ്റൻസി ഉള്ള ബാറ്ററാണ് വേണ്ടത്.
ഇത്രയും കൺസിസ്റ്റൻസി മതിയാവും. നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക കളർ, ഫുഡ് കളർ. ഇപ്പോൾ നമ്മൾ സ്ക്വീസാക്കി വെച്ചിട്ടുണ്ടായില്ലേ നമ്മൾ സോയ ചങ്ക്സ്, അതാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചിട്ടുള്ളത് വീഡിയോയിൽ. ഈ എല്ലാ സോയ ചങ്ക്സ് ഇവിടെ നിന്ന് എടുത്തിട്ടുള്ളത് 200 grams ആണ്. വലിയ സൈസുള്ള സോയ ചങ്ക്സ് ആണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് ഈ മസാല ഒന്ന് നമ്മൾ പിടിപ്പിക്കണം. നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം. നമ്മൾ സ്പൂണിലായാലും മാരിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ മാരിനേറ്റ് ചെയ്യുക. ഇതുപോലെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്യണം. നമ്മൾ മൈദ ആഡ് ചെയ്ത് കൊടുത്താലാണ് അതിനൊരു കോട്ടിങ്, അല്ലെങ്കിൽ അത് ഊരിപ്പോവും. എല്ലാ മസാല എല്ലാം മാരിനേറ്റ് ആവില്ല, അത് ഊരിപ്പോവും എണ്ണയിലിട്ട് പൊരിക്കുമ്പോൾ. ഇതുപോലെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 5-10 minutes നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇതുപോലെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്യണം. ഇത് വളരെ ടേസ്റ്റിയാണ്. ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് കുറേ. ഇപ്പം നമ്മൾ ഒരു പാനിൽ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ വെച്ച് നമുക്ക് പൊരിക്കാം, അത്രയേ ഉള്ളൂ. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്നൊന്നായിട്ട് ഇട്ട് കൊടുക്കുക. സോയ ചങ്ക്സിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് പറയാം. റെഗുലേറ്റ്സ് ഹാർമോണൽ ഇംബാലൻസ് ഇൻ വുമൻ, promotes heart health, helps in muscle growth and repair, helps to reduce menopausal symptoms, rich in protein, strengthens bone, help in digestion, helps lower blood pressure, enhances fertility in women, lowers cholesterol ആണ് ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ്. ഇതുപോലെ നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ട് ലോ ടു മീഡിയം ഫ്ലെയിം നമ്മൾ വെച്ചിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കുക. ഇത് വളരെ ടേസ്റ്റിയാണ്. നല്ല ഒരു അരോമ കിട്ടും. ഇത് നമ്മൾ വീട്ടിൽ പൊരിക്കുമ്പോൾ തന്നെ നല്ല ഒരു സ്മെല്ലായിരിക്കും അതിൻ്റെ. ചിക്കൻ കഴിക്കാത്തവർക്കെല്ലാം ഇത് ഒരു നല്ല ഒരു റെസിപ്പിയാണ്. ചിക്കൻ കഴിക്കാത്തവർ ആര് വേണമെങ്കിൽ ഇതിനെ കഴിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. സോയ ചങ്ക്സിൻ്റെ ഒരു ചില്ലി റെസിപ്പിയാണ്. ഇപ്പോൾ റംലാൻ ആയതുകൊണ്ട് നമുക്ക് ഈവനിങ്ങിന് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ അല്ലാത്ത സമയത്ത് കുട്ടികൾ സ്കൂളിൽ പോയിട്ട് വന്ന സമയത്ത് സ്നാക്സായിട്ട് എല്ലാം കൊടുക്കാൻ പറ്റുന്ന ഒരു വളരെ അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്സാണ്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. ഇപ്പം നമ്മളുടെ സോയ ചങ്ക്സ് ചില്ലി റെഡിയാണ്. ഇതുപോലെ നമുക്ക് കോരി മാറ്റാം. ടിഷ്യൂ ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഒരു പേപ്പറിൽ ടിഷ്യൂ വെച്ചിട്ട് അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് നമുക്ക് സോസോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് സെർവ് ചെയ്യാനുള്ളതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്യണേ, ഫ്രൈ ചെയ്യണേ. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. പ്ലീസ് ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ. നിങ്ങളുടെ അഭിപ്രായ കമൻസിലോട്ട് അറിയിക്കണേ. നമ്മളുടെ ടേസ്റ്റി ആൻഡ് യമ്മി സോയ ചില്ലി ഇവിടെ റെഡിയാണ്. ഗെറ്റ് ടുഗെദർ, ബർത്ത്ഡേ പാർട്ടീസ്, അങ്ങനത്തെ ഒരു ചെറിയ ഫങ്ഷൻസിനെല്ലാം ഉണ്ടാക്കുന്ന നല്ല ഒരു ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വലിയ ആൾക്കാർക്കും ചെറിയ കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ. നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഈ വീഡിയോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീന് ഷെയർ ചെയ്യണേ. Thanks for watching.